സ്റ്റാർട്ട് ചെയ്യണം. ബ്രേക്ക് പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഗിയർ പൊസിഷൻ നോക്കണുണ്ട്. ഇപ്പോൾ റിവേഴ്സിലാണ്. നോട്ടിലിട്ടാലേ കിട്ടുള്ളൂ അല്ലേ? നോട്ടിലിട്ടിട്ട് സ്റ്റാർട്ടാവും. നമുക്ക് മെയിൻലി 2 ഗ്ലോ ബോക്സാണ് വരാം. ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് താഴെ. മുകളിലെ ഗ്ലോ ബോക്സിൽ ഇപ്പോൾ നമുക്ക് വരുന്നത് ടിഷ്യൂ ബോക്സ് ഉണ്ട്, ഇതൊരു കീ ചെയിനാണ്, പിന്നെ ഒരു പെർഫ്യൂം ഉണ്ട്. ജെൽ ടൈപ്പാണ്. സാറിന് ആവശ്യം ഉണ്ടെങ്കിൽ സ്മെല്ലിൻ്റെ ടൈമിൽ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെച്ചാൽ മതി, അല്ലെങ്കിൽ അത് വേപ്പറൈസ് ആയിട്ട് പോകും. പിന്നെ ഡാഷ് ക്യാമിൻ്റെ ബോക്സാണ്. ഇത് വയർലെസ് ചാർജറിൻ്റെ. അത് നമ്മളിത് ബൈ ഡിഫോൾട്ട് ഉള്ളതല്ലേ? അല്ല, അതിൻ്റെ മാനുവലാണ്. മാനുവലാണോ? ഓക്കെ. ഇത് ഡ്രൈവറിൻ്റെ ഒരു മാനുവൽ ബുക്കാണ്. സർവീസ് ബുക്ക് ഇതല്ല കേട്ടോ. സർവീസ് ബുക്ക് റെഡി ആണല്ലോ അല്ലേ? സർവീസ് ബുക്ക് ഓൺലൈനിലാണ് വരിക. ഓൺലൈനിലാണ്? അത് നമ്മൾ ഫസ്റ്റ് സർവീസ് കഴിയുന്നതിനനുസരിച്ച് ഫസ്റ്റ് സർവീസ് പറഞ്ഞാൽ നമുക്ക് 2000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 മാസമാണ് വരെ. ഏതാണ് ആദ്യം ആവണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സർവീസിന് കൊണ്ടുവരാം. ഫസ്റ്റ് സർവീസ് മാത്രം നമ്മൾ ടൈമിൽ എത്തിച്ചാൽ മതി. ബാക്കി എല്ലാ സർവീസും പീരീഡ് ആവുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് സാറിനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. എത്രയാണ് സർവീസ് ഫ്രീ ഉള്ളത്? 2 സർവീസാണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് പറയണം. ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു വരണത്. അപ്പം നമ്മളിപ്പോൾ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഈ സർവീസസ് ആവില്ലേ? അത് ചോദിക്കാൻ. ഇതിൽ ഡ്രൈവറിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു വിധമുണ്ട്. സാറിന് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കാം. ഹെഡ്ലൈറ്റ് അങ്ങനെ എല്ലാത്തിൻ്റെയും കേട്ടോ. പിന്നെ ഇത് പാർക്ക് അസിസ്റ്റാണ്. ഫ്രണ്ട് പാർക്ക് സെൻസർ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അത് എപ്പോഴും ഓൺ ആയിരിക്കും. ഈ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ അത് ഓഫായി. ലൈറ്റ് കത്തിയാൽ ഓഫാണ് കേട്ടോ. അതായത് ഹൈവേയിലും കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ വണ്ടി വരുന്നതിനനുസരിച്ച് അടിച്ചുകൊണ്ടിരിക്കും. അത് ആവശ്യമില്ല. ഇത് ബാക്ക് ഡിഫോഗറിൻ്റെ ആണ്. ഇത് ലൈറ്റ് കത്തിയാലാണ് ഓൺ ആവുള്ളൂ. ഇത് ഹസാർഡ് ലാമ്പ്. ഇത് സെൻട്രൽ ലോക്ക്. വണ്ടി ഓട്ടോമാറ്റിക് റണ്ണായി കഴിഞ്ഞാൽ 15 കിലോമീറ്റർ മേലെ സ്പീഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ലോക്ക് ആവും. പിന്നെ നമുക്ക് വണ്ടി നിർത്തി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ റെഡ് ലൈറ്റ് ഓഫ് ചെയ്താലാണ്. ഓഫായി കഴിഞ്ഞാൽ ഓട്ടോ അൺലോക്ക് ആവില്ല. ഇത് ട്രാക്ഷൻ കൺട്രോളിലെ സ്വിച്ചാണ്. അതിനകത്ത് ഇൻഡിക്കേറ്റർ ഇല്ല? ഉണ്ട്. ക്ലസ്റ്ററിലാണ് ട്രാക്ഷൻ കൺട്രോൾ ഓഫ്. ഓൺ ആയിരിക്കും എപ്പോഴും. ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് നോക്കാം. പിന്നെ സ്റ്റീരിയോയിൽ വന്നിട്ട് സ്റ്റീരിയോൻ്റെ ഓഫ് ഓൺ ബട്ടൺ, വോളി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഹോം ബട്ടൺ. പിന്നെ ഇത് റിവേഴ്സ് ക്യാമറയുടെ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ളതാണ്. റിവേഴ്സ് ക്യാമറ ആവശ്യമില്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യും. ഇത് റേഡിയോൻ്റെ ഒരുവിധം ചാനലുകളൊക്കെ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറിന് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. മെയിൻ വരുന്നത് ഇതാണ്. ഇതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിതിൻ്റെ സിസ്റ്റംസാണ്. ഈ വോളിയം സ്പീഡ് എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് സൗണ്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ലൗഡ്നെസ്, ബാലൻസ്, ബാസ് സൗണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓഡിയോൻ്റെ നാവിഗേഷൻ്റെ സൗണ്ട് എല്ലാത്തിനും. ഇത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈറ്റ് ബോർഡ് ഓട്ടോ ആയിരിക്കും അല്ലേ? ഏതിൽ? ഓട്ടോ തന്നെയാണ്. അതുപോലെ ഡിവൈസസ് എടുക്കുക, ഡിവൈസ് മാനേജ്മെൻറ്റ് എടുക്കുക. എന്നിട്ട് ഈ ഫോൺ പ്ലസ് എന്നുള്ളതിന് അത് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓക്കെ കൊടുക്കണം. ബ്ലൂടൂത്ത് ഓണിലാണെങ്കിൽ ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. എന്നിട്ട് ഇപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് ഓണിൽ കൊടുക്കണ്ടേ. എന്നിട്ട് ഇതിലിപ്പോൾ സെർച്ച് ചെയ്യുക. ആരെ ഫോണൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ മൈ റെനോൾട്ട് എന്നാണ് കേട്ടോ വരാതെ. ഡിസ്കവറി നെയിം ബൈ മൈ റെനോൾട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആരെ ഫോണൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആളുടെ ഫോണിൻ്റെ പേര് ഇതിൽ എഴുതി കാണിക്കും ഈ ഡിസ്പ്ലേയിൽ. നോക്കിക്കേ. അതൊക്കെ ഈ ഗാലക്സി A03 അത് നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ? എത്ര അല്ല എത്ര ഡിവൈസ് വരെ പെയർ ചെയ്യാം? 6 ഡിവൈസ്. ഈ ഡിലീറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഡിവൈസ് മാനേജറിൽ പോയി എന്നിട്ട് സെലക്ട് അതിൽ ആഡ് കൊടുത്തു. നമ്മൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് എടുത്ത് സെർച്ച് ചെയ്യാം അല്ലേ? സെലക്ട് ചെയ്തു.
നമ്മൾ ഇത് എന്താണ് ആൻഡ്രോയിഡ് ഓട്ടോയും ചെറിയ ബ്ലൂടൂത്ത് കൂടെ ഞാൻ കളയണ്ടേ? കളഞ്ഞോളൂ. ഒന്നുകൂടെ പേർ ചെയ്യണം. ഡിവൈസസ് പേർ ചെയ്യണം. ബ്ലൂടൂത്ത് തന്നെയാണോ? Wi-Fi on. If you want wireless projection, turn on Wi-Fi. Wi-Fi on ആണല്ലോ. Wi-Fi on ആണല്ലോ. ഓൺ. ഇന്ത്യ. ഓക്കെ. വന്നല്ലോ. ആൻഡ്രോയിഡ് ഓട്ടാണ് ഒരു എംബ്ലം കൂടി വരും. നോക്കിയിട്ട് പോയി. കണക്ട് ആവില്ല. വേറെ ഫോൺ ഉണ്ടോ കയ്യില്? ഓ തരാലോ, ഇതെടുക്കാം. അത് പ്രശ്നമാണോ? അത് ചില മോഡലും ഡിവൈസ് ഒക്കെ ചില സാർ ഒന്ന് ഓണാക്കും. ഓണാണല്ലേ? ആപ്പിൾ അല്ല അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അത് ഓൾറെഡി ഒരെണ്ണം കണക്റ്റഡ് ആയിട്ടുള്ള കാരണമാണ്. അത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം തന്നെ ഡിസ്കണക്ട് ചെയ്തു. നോർമലി ബ്ലൂടൂത്ത് മാത്രമേ കണക്ട് ചെയ്താ. ഓക്കെ. അതിൽ വരുമ്പോ ഒന്ന് അതൊന്ന് അക്സെപ്റ്റ് ചെയ്തോട്ടാ. ഇവിടെ ഓട്ടോമാറ്റിക് ആപ്പിൾ കാർ പ്ലേ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ അത് നോർമൽ ഹോം നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ അയക്കണമെങ്കിൽ ആപ്പിൾ കാർ പ്ലേ ചെയ്യും. രണ്ടിനും രണ്ട് എന്താ പറയാ ഇന്റർഫേസ് കാരണടാ. ആപ്പിളിന്റെ വേറെ ഇന്റർഫേസ് ആണ്, ആൻഡ്രോയിഡിന്റെ വേറെ ഇന്റർഫേസ്. ഈ റേഡിയോ ബാങ്ക് കൂട്ടിൻ്റെതുള്ളതാണത് ഇത്, ഈ റാഗയൊക്കെ. ഓക്കെ. അപ്പൊ ആ സ്ക്രീനാണ് കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് മുഴുവനായിട്ട് അതിൽ കാസ്റ്റ് ചെയ്യില്ല, എന്നാലും നമുക്ക് വീഡിയോസ് ഒന്നും കാസ്റ്റ് ചെയ്യില്ല. നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ മാപ്പ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ശരി, താങ്ക് യു. അൺപെയർ ചെയ്യാം, ആ ഡിവൈസ് ഒന്ന് അൺപെയർ ചെയ്താലേ. ഐഫോൺ ഐഫോൺ ഇത് കളയണം. അത് വേണ്ട, അത് വേണ്ട, അതാണ് വേണ്ട സാധനം. അതായത് ഇനിയിപ്പോൾ എന്തുകൊണ്ട് ആൻഡ്രോയിഡ് ആപ്പിൾ വരുന്നില്ല എന്നറിയില്ല, നോക്കണം. ഓക്കെ. എൻ്റെ നമ്മുടെ എന്താണ് ഡ്രൈവിംഗ് പാറ്റേൺ അതെവിടെയാണ് വരുന്നത്? അതായത് നമ്മൾ എത്ര എഫക്റ്റീവായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തു, എന്തായിരുന്നു അതിൻ്റെ വെഹിക്കിൾ സെറ്റിംഗ്സ്, എക്കോ ഡ്രൈവിംഗ്. യെസ്, അതെവിടെയായിരുന്നു വന്ന്?
വെഹിക്കിൾസിലല്ലേ ഹോം അടിച്ചു കഴിഞ്ഞാൽ അതിൽ വെഹിക്കിൾസ് നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ ഹൗ എഫക്റ്റീവ് ഇറ്റ് വാസ്, എന്താണ് മൈലേജ്, എത്ര നേരം ഓടിച്ചു, കാര്യങ്ങൾക്കുള്ള ഇതാണ് ഔട്ട് ഓഫ് 100 ഇപ്പം എത്രയാണെന്നുള്ളത്. കാര്യങ്ങളൊക്കെ